സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി KR ഗോപികൃഷ്ണനും ചേരുന്നു തത്സമയം. KR ഗോപികൃഷ്ണൻ, എന്താണ് ഏറ്റവും ഒടുവിൽ മൂന്ന് മുന്നണികളും പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസം? എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായും സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിക്കുന്ന പ്രചാരണ രീതികൾ? വേണു, നേരത്തെ ആറ്റിങ്ങലിൽ നിന്ന് അനുജയും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദും പറഞ്ഞതുപോലെ തന്നെ വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ അവസാന ലാപ്പിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ വേണ്ടാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷകൾ, പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് റൂറൽ മേഖലകളിലാണ്. അവിടെ നിന്നാണ് സുനിൽ നേരെ നഗരപ്രദേശങ്ങളിലേക്ക് വരുന്നത്. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ റോഡ് ഷോകളൊക്കെ ഒഴിവാക്കി പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയാകട്ടെ നഗരം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ അവസാന മണിക്കൂറുകളിൽ പ്രചരണം ശക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും അടക്കം ചർച്ചയായ ഇടമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത മൂന്ന് സ്ഥാനാർത്ഥികളും തുല്യ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നതെന്ന് മാത്രമല്ല, മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ തൃശ്ശൂരുകാർക്ക് തങ്ങൾ സർവ്വസമ്മതരാണ് എന്ന ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രചാരണ രംഗത്തുള്ളത്. ഈ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ മൂന്ന് പേരും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു വിവരം, സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് മോഹൻദാസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കൊട്ടാരക്കരയിൽ ചികിത്സയ്ക്കിടെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് സുരേഷ് ഗോപി എന്നും അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങി എന്നുമാണ് മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിലാണ് താൻ തൃശ്ശൂരിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്ന് കണ്ടു. അതേസമയം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ കേന്ദ്രീകരിക്കുന്നത് കേന്ദ്ര വിരുദ്ധ രാഷ്ട്രീയത്തെ എങ്ങനെ പരമാവധി വോട്ടുകളാക്കി മാറ്റാമെന്നുള്ളതാണ്. മുരളീധരൻ ഇന്ന് പറഞ്ഞത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേന്ദ്ര വിരുദ്ധ വികാരം പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്രത്തെ തൂത്തെറിയുന്ന, അതേസമയം സംസ്ഥാന സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നതായിരിക്കും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മോദി വിരുദ്ധ രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന തൃശ്ശൂരിലെ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. ഏതായാലും മൂന്ന് പേർക്കും ഉള്ള അവകാശവാദം, തൃശ്ശൂരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തങ്ങളാണ്, നാടിന് വേണ്ടി നാടിന് ഗുണം ചെയ്യാൻ പോകുന്ന, നന്മ ചെയ്യാൻ പോകുന്ന ആളുകൾ തങ്ങളാണ് എന്ന അവകാശവാദം അവർക്കുണ്ട്. നമുക്കറിയാം, ഏറ്റവും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരുപക്ഷെ വളരെ സജീവമായി നിന്നത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന് വീഴ്ചയുണ്ടായി എന്ന വിവാദങ്ങളും വിമർശനങ്ങളുമായിരുന്നു. ഏതായാലും അത്തരം പൂരവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചാരണ വിഷയമാക്കേണ്ട എന്ന നിലപാട് NDA സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയാകട്ടെ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം എന്നതായതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിശബ്ദരാണ്. അതേസമയം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൂരം നടത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന നിലപാട് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഒരേ സമയം ഇടതുമുന്നണിയെയും NDAയും ആക്രമിക്കാൻ, ആയുധമാക്കാൻ പൂരം വിവാദം UDF സ്ഥാനാർത്ഥി മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വേണു, ഇവിടെ സ്ത്രീ വോട്ടർമാർ അവരുടെ തീരുമാനം എന്തായിരിക്കും എന്നത് തൃശ്ശൂരിലെ വിജയം നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. സ്ത്രീ വോട്ടർമാർ അവരുടെ വോട്ട് ആർക്ക് അനുകൂലമായി മാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇതിനകത്ത് ഒരു നിശബ്ദ പ്രചാരണം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതിലെ അടിയൊഴുക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിലെ സ്ത്രീ വോട്ടർമാരുടെ തീരുമാനം എന്തായിരിക്കും എന്നതാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഈ സ്ത്രീ വോട്ടർമാരിൽ വലിയ ഒരു വോട്ട് തനിക്ക് കിട്ടാൻ പോകുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അമ്മമാരുടെ പ്രശ്നങ്ങൾ, വരുന്ന തലമുറയുടെ പ്രശ്നങ്ങളൊക്കെ താനാണ് അത് അവതരിപ്പിക്കാൻ പോകുന്നത്, അതിന് പരിഹാരം കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്, രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുക്കാൻ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വോട്ട് ലഭിക്കുമെന്നും താൻ തൃശ്ശൂരിൽ നാടിനൊപ്പം നിന്നിട്ടുള്ളതാണ്, നാട്ടുകാർക്കൊപ്പം നിന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തൻ്റെ സ്വീകാര്യത ഇത്തവണ വീണ്ടും വോട്ടായി തനിക്ക് വിജയം സമ്മാനിക്കുമെന്നുള്ളതാണ്. K മുരളീധരനും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വേണു. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷകൾ മൂന്ന് മുന്നണികളും അവരുടെ പ്രചാരണം ശക്തമാക്കി കൊണ്ടുപോകുന്നു. നമുക്കറിയാം, ബാക്കി എല്ലാ ഇടങ്ങളിലും എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഒരു പോയിന്റിലാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 3 പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് അനുവദിച്ചു കൊടുത്തത് അതൊരു നറുക്കെടുപ്പിലൂടെയാണ്. അപ്പോൾ UDFന് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരിലെ മുനിസിപ്പൽ
കോർപ്പറേഷൻ ഓഫീസിന് തൊട്ടു മുന്നിലാണ്. അവിടെയാണ് ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുന്നത്, കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. തൃശ്ശൂരിലെ രാഗം തിയേറ്റർ അതിൻ്റെ തൊട്ടു മുന്നിലായിരിക്കും NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുക. കൊട്ടിക്കലാശം ജോസ് തിയേറ്ററിന് മുന്നിലാണ് UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുക. എല്ലാം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലത്തിലാണ്. അങ്ങനെ 3 പോയിന്റുകളിലായിട്ടാണ് ഇതിൻ്റെ സമാപനം കൊട്ടിക്കലാശം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും തികഞ്ഞ ആവേശത്തോടുകൂടി അണികളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഒഴുകാൻ പോകുന്ന 3 മണിയോടുകൂടി തന്നെ റോഡ് ഷോ ആയി ഇവർ അതാത് പോയിന്റുകളിലേക്ക് എത്തും. ഏതായാലും തൃശ്ശൂരിൽ പ്രചണ്ഡമായ പ്രചാരണം നടക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.